ശ്രീ എ സജീവൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ എ സജീവൻ, ഇതായി കോൺഗ്രസിനെ കൊണ്ട് തോറ്റു എന്നാണ് ഇപ്പോൾ ഘടകകക്ഷികൾ പറയുന്നത്. അവർ ഹൈക്കമാൻഡിന് മുൻപിൽ ആശങ്കകൾ അറിയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ പണി പാളും എന്നാണ് ഹൈക്കമാൻഡിന് മുന്നിൽ ഘടകകക്ഷികൾ ആശങ്ക അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ കർശന ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതാൻ പറ്റുമോ? കോൺഗ്രസില് ഹൈക്കമാൻഡ് വളരെ കർക്കശമായിട്ട് ഇടപെട്ടൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ കോൺഗ്രസിനകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹത്തിന്റെ തലപ്പത്ത് വന്ന ശേഷം പലതവണ ശ്രമിച്ചതാണ്. എന്നിട്ടും ഒരു തരത്തിലും ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നോക്കിയിട്ട് നടന്നില്ല. അങ്ങനെ ഒരു കാര്യത്തിലും വ്യക്തമായിട്ടുള്ള രീതിയിലേക്ക് തങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, 2 തവണ ഭരണം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് UDF ഉള്ളത്. കോൺഗ്രസിന് സ്വാഭാവികമായിട്ട് അതുണ്ടാക്കുന്ന പ്രതിസന്ധിയുണ്ട്. അതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കുണ്ട്. ഭരണം പൂർണ്ണമായിട്ടും ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയിലാണ് പല ഘടകകക്ഷികളും ഉള്ളത്. സാധാരണ ഭരണമാണ്. പക്ഷേ ഘടകകക്ഷികൾ പറയുന്നത് ആ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ആദ്യം ഈ കോൺഗ്രസിന്റെ നേതാക്കൾ തമ്മിലുള്ള അടിയൊന്ന് നിർത്തണമല്ലോ. ആ അടി കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സമയമില്ല എന്നാണ് ഘടകകക്ഷികൾ ആശങ്ക അറിയിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പൂർണ്ണമായിട്ടും അതിൽ ഇടപെടുകയും അതിൽ പരിഹരിക്കാൻ പറ്റിയിട്ടുള്ള ആളുകളെ, പണ്ട് GK മൂപ്പനാര്, ഗുലാം നബി ആസാദ് തുടങ്ങിയിട്ട് ആളുകളെ ഇവിടേക്ക് അയച്ചിട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ നമ്മളത് കാണുന്നില്ല. ഇപ്പോഴേ അടിയുടെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ആളുകൾ തന്നെ, അതായത് KC വേണുഗോപാലിനെ പോലെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളുകൾ പോലും ഇതിന്റെ അടിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അധികാര തർക്കമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഘടകകക്ഷികൾക്ക് മനമെടുപ്പുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ VD സതീശനെയും സുധാകരനെയും കൊണ്ടുവന്നത് കോൺഗ്രസിനെ മൊത്തമായിട്ട് പഴയ ആളുകളൊക്കെ നീക്കിയിട്ട് ഗ്രൂപ്പ് രഹിതമായിട്ടുള്ള ഒരു പുത്തൻ ഉണർവോടുകൂടിയുള്ള കോൺഗ്രസിനെ ഉണ്ടാക്കി തീർക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു, അങ്ങനെ ആഗ്രഹത്തോടു കൂടിയിട്ടായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഈ മറ്റു പല കാലത്തും ഇല്ലാത്ത പോലെ ഈ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ അടുത്തിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ, അടുത്തിരുന്നാൽ അവർ തമ്മിൽ പറയുന്ന ഭാഷ വേറെയാവുന്ന രീതിയിൽ, അടുത്തിരുന്നില്ലെങ്കിൽ പോലും പറയുന്ന വേറെ രീതിയിലേക്ക് പോകുന്ന രീതി, അങ്ങനെ കണ്ട് മുഖത്തോട് മുഖം നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരുണ്ടായിരുന്നത്. അതിപ്പോഴും തുടരുകയാണ്. ഇനിയിപ്പോ നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞ് തൊട്ടു പിറകെ തന്നെയാണ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് അപ്പോഴത്തേക്കൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പൊ സതീശന്റെ ഒരു പ്ലാൻ കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്ര 63 സീറ്റ് കിട്ടുന്നുള്ള രീതിയിൽ കോൺഗ്രസിന് തന്നെ 63 സീറ്റ് കിട്ടുന്നൊക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിനെന്ത് വേണം? കോൺഗ്രസിന്റെ നേതാക്കന്മാർ വളരെ കൃത്യമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. ഇപ്പോഴ് കോൺഗ്രസിന്റെ KPCC എന്ന് പറയുന്നതാണ് അതിനെ മൊത്തം പ്രവർത്തകരെയും നേതാക്കന്മാരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട പ്രസ്ഥാനം. അതിന് കഴിയാത്തതുകൊണ്ടാണ് രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ രാഷ്ട്രീയകാര്യ സമിതിയും ചേരുമ്പോഴും KPCC ചേരുമ്പോഴൊക്കെ അടിയാണ് ഉണ്ടാവുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് സ്വന്തം നിലയിൽ വേറെ പോകുന്നുള്ള പരാതി ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഘടകകക്ഷികൾക്ക് ഉണ്ടാവുന്ന ആശങ്ക തീർച്ചയായിട്ടും അവർക്ക് 3ാം തവണയും ഭരണം കിട്ടിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധി അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഈ ആശങ്കപ്പെടുന്നത്, ഹൈക്കമാൻഡിനെ ഇങ്ങനെ ആശങ്ക അറിയിക്കുന്നത്. പക്ഷേ പണ്ടത്തെ പോലെ ഹൈക്കമാൻഡ് എത്രമാത്രം ഫലപ്രദമായിട്ട് ഇതിൽ ഇടപെടുമെന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ശ്രീ എസ് സജീവൻ. താങ്ക് യു പ്രതികരിച്ച ഈ സമയത്ത്.